ട്യൂട്ടോറിയലിൽ നമുക്ക് എങ്ങനെയാണ് പിപ്പെക്സ് ഡാഡി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് സിഗ്നൽസ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് മൊബൈലിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് pipex.daddy.com എന്നോ അല്ലെങ്കിൽ പിപ്പെക്സ് ഡാഡി ഫോറക്സ് എന്നോ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും ആദ്യത്തെ സൈറ്റ്, ഈ ഒരു ലോഗോയിലുള്ള ഏറ്റവും ആദ്യത്തെ സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ഹോം പേജ് ആണ് നമ്മൾ കാണുക. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലോഗിൻ കൊടുക്കുക. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഏറ്റവും ആദ്യം. സോ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്, ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് നമ്മുടെ നെയിം കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററും അതേപോലെ സ്മോൾ ലെറ്ററും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ദെൻ ന്യൂമറിക്കൽ വാല്യൂം വേണം. ടോട്ടൽ പാസ്വേഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് തന്നെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എഗ്രി കൊടുക്കുക, ദെൻ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡാറ്റാസ് കൊടുക്കണം. ഒരു യൂസർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് സ്മോൾ ലെറ്ററും ന്യൂമറിക്കൽ വാല്യൂ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. 8 ക്യാരക്ടറും വേണം. അപ്പോൾ ഞാൻ DR12345 ഇങ്ങനെ ഒരു യൂസർ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കാം. ദെൻ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് ഞാൻ ഇപ്പോൾ റാൻഡായിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ദെൻ സ്റ്റേറ്റ് കേരള, ദെൻ സിപ്പ് കോഡ് കൊടുക്കാം, ദെൻ സിറ്റി കൊടുക്കാം. ദെൻ നമ്മുടെ ടെലഗ്രാം യൂസർ നെയിം കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ആണെങ്കിൽ സ്മോൾ അങ്ങനെ കൊടുക്കണം. അറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടെലഗ്രാം നെയിം കൊടുത്തു. ദെൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെ സിഗ്നൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം നമ്മൾ പാക്കേജസിൽ പോവുക. പാക്കേജസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് പാക്കേജസ് കാണും. എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ട്രയലാണ്, 500 റുപ്പീസിൻ്റെ ട്രയലാണ്. ദെൻ മന്ത്ലി ആണുള്ളത്. ഞാൻ മന്ത്ലിയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ആക്ച്വലി. കാരണം നമുക്ക് ട്രയലാണെങ്കിൽ 5 ഡേയ്സിൽ ചിലപ്പോൾ സാറ്റർഡേ സൺഡേസ് വരാം. അതുകൊണ്ട് എപ്പോഴും ചൂസ് ചെയ്യാൻ ബെറ്റർ മന്ത്ലിയാണ്. ഇത് നമ്മളിതിപ്പോൾ ചൂസ് ചെയ്യണത് മൺഡേ ആണെങ്കിൽ കുഴപ്പമില്ല. അതർവൈസ് നമ്മൾ ചൂസ് ചെയ്യണത് ഒരു ട്യൂസ്ഡേ വെൻസ്ഡേ ആണെങ്കിൽ സാറ്റർഡേ സൺഡേ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ആ ഒരു 2 ദിവസത്തെ ട്രേഡ്സ് എനിക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് എനിക്ക് വേസ്റ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഞാൻ മന്ത്ലിയാണ് ഞാൻ എടുക്കുന്നത്. ഈ ട്രയൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൺഡേ ആണ് ചൂസ് ചെയ്യേണ്ടത്. അതർവൈസ് നമ്മൾ മന്ത്ലിയാണ് ചൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മുടെ ബാലൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, ഡെപ്പോസിറ്റിൽ പോയിട്ട് ഡെപ്പോസിറ്റ് നൗ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലിമിറ്റ് 1500 5000 നമുക്ക് ലിമിറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് 1500 ഞാൻ പേയ്മെൻറ്റ്. ദെൻ കൺഫേം ഡെപ്പോസിറ്റ് കൊടുക്കാം. ഈ ഒരു QR പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് നമ്മളിവിടെ ചൂസ് ഫയൽ കൊടുക്കുക. ദെൻ നമ്മുടെ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ പേ നൗ കൊടുത്തു. നമുക്ക് ഏകദേശം 30 മിനിറ്റ് മുതൽ 3 ഹവർ വരെയാണ് നമുക്കിതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം ചില സമയങ്ങളിൽ ഇത് ഏറ്റവും മിനിമം ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ ഇവിടെ പേയ്മെൻറ്റ് വന്നു 1500 രൂപ. ഡെപ്പോസിറ്റ് മെത്തേഡ് ഇന്ത്യൻ UPI ട്രാൻസ്ഫർ ആൻഡ് സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. നമുക്കൊരു 2 മിനിറ്റൊക്കെ മാക്സിമം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 to 10 മിനിറ്റൊക്കെ നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാലൻസ് കൂടെ ആഡ് ആവുന്നതാണ്. ഓക്കെ, നമുക്ക് കൊണ്ട് ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഇതുവരെ ആഡ് ആയിട്ടില്ല. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബാലൻസ് കൂടെ ആഡ് ആയിട്ടുണ്ട്, 1500 രൂപ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പാക്കേജസിൽ പോവുക. പാക്കേജസിൽ പോയതിന് ശേഷം നമ്മൾ നമ്മുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ്റെ അവിടെ
ചൂസ് പ്ലാൻ കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ മന്ത്ലി പാക്കേജ് നമ്മുടെ കയ്യിൽ വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെലഗ്രാം, ഓക്കെ, നമ്മൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മുടെ ടെലഗ്രാം ത്രൂ ആണ് നമുക്ക് നമ്മുടെ സിഗ്നൽസ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബോട്ടിനെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പോവുക, പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ടെലഗ്രാം ബോട്ടിൻ്റെ ടെലഗ്രാം യൂസറിൻ്റെ മേലെയായിട്ട് ഗെറ്റ് ടെലഗ്രാം നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ടെലഗ്രാമിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വരും. അവിടെ പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ വരുന്ന സിഗ്നൽസും അതിൻ്റെ അപ്ഡേഷൻസും നമുക്ക് ഈ പിപെക്സ് ഡാഡി എന്ന് പറയുന്ന ബോട്ട് നമ്മളിലേക്ക് അയച്ചു തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് പിൻ ചെയ്തിട്ട് ഒരു സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ടൂൺ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മിസ് ഔട്ട് ആവില്ല. അതുപോലെ തന്നെ അപ്ഡേഷൻസും എല്ലാ കാര്യങ്ങളും ഇനി വർക്ക്ഷോപ്പുകളും ഫ്രീ വർക്ക്ഷോപ്പുകളൊക്കെ ആ ഒരു ടൈം ലൈനിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 1 മന്തിലുണ്ടെങ്കിൽ അതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബോട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ പിപെക്സ് ഡാഡിയിൽ നമ്മൾ സിഗ്നൽസ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻ്റ് ആയിട്ടില്ല പാക്കേജിൽ എന്തെങ്കിലും എറർ ഉണ്ട് അല്ലെങ്കിൽ ബോട്ടിൽ നമുക്ക് സിഗ്നൽസ് കിട്ടണമെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൽ പോയിട്ട് ന്യൂ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ അറ്റാച്ച്മെൻറ്റ് എന്താണ് എറർ കാണിക്കുന്ന അറ്റാച്ച്മെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് അയച്ചു കൊടുക്കുക. അതും ഇതേപോലെ തന്നെ 1 ഡേയുടെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഉള്ളത്. സിഗ്നൽസൊക്കെ അടിപൊളി സിഗ്നൽസ് ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം.